ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ RSSും BJPയും തമ്മിലുണ്ടായ തർക്കത്തിൽ മഞ്ഞുരുക്കം. അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ചതായാണ് സൂചന. RSSന്റെ 100ാം വാർഷികത്തിൽ സംഘടനാ തലത്തിൽ നിശ്ചയിച്ച പരിപാടികളിൽ BJPയുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കും. വിവിധ പരിവാർ പ്രസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി പാലക്കാട് നടക്കുന്ന സമന്വയ ബൈഠക് നാളെ അവസാനിക്കും. VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി. VS രഞ്ജിത്ത്, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ RSSും BJPയുമായി ഉണ്ടായ ഈ ഒരു തർക്കത്തിൽ ഇപ്പോൾ ഈ മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഈ പാലക്കാട് നടക്കുന്ന ബൈഠക്കിൽ ഏതെല്ലാം രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കും രഞ്ജിത്ത്? തീർച്ചയായിട്ടും RSSനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും സമന്വയ ബൈഠക് പാലക്കാട് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ അഖില ഭാരതീയ സമന്വയ ബൈഠക് സംഘടിപ്പിക്കുന്നത്. RSS അതിൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങളുമായി നടത്തുന്ന ഒരു നേരിട്ടുള്ള ഇൻറ്ററാക്ഷനാണ് ഇത്തരത്തിലുള്ള പരിവാർ ബൈഠക്കുകൾ. ആ സമന്വയ ബൈഠക്കിൽ വെച്ചിട്ടാണ് ഇപ്പോൾ RSSൻ്റെ മുതിർന്ന നേതാവും RSSൻ്റെ സർസംഘ്യാലകമായിട്ടുള്ള മോഹൻ ഭാഗവതും അതുപോലെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയും തമ്മിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. മാത്രവുമല്ല, പരിവാർ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയാനും ചർച്ചകൾ നടത്താനുള്ള അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള സമന്വയ ബൈഠക്, ഒരു കോർഡിനേഷൻ ബൈഠക് എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ BJPയും RSSും തമ്മിൽ ഇഴഞ്ഞു നിൽക്കുകയാണെന്നും ഉത്തർപ്രദേശിലെ തോൽവിക്ക് പിന്നിൽ അത്തരത്തിലുള്ള ആഭ്യന്തര കലഹമാണെന്നുമൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അവിടെ RSSൻ്റെ കേന്ദ്രത്തിൽ തൃതീയ വർഷ സംഘശിക്ഷാ വർഗിൻ്റെ സമാരോപ ചടങ്ങിൽ ഈ മോഹൻ ഭാഗവത് നടത്തിയ പ്രസംഗത്തിലും നരേന്ദ്രമോദിക്കുള്ള മുന്നറിയിപ്പുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നു. അതെല്ലാം അത്തരത്തിൽ RSSും BJPയും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ സൂചനകളായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം ഒരു പരിസമാപ്തി എണ്ണവണ്ണം ഈ സമാരോപ് ബൈഠക്കിൽ അല്ലെങ്കിൽ ഈ സമന്വയ ബൈഠക്കിൽ ഇപ്പോൾ RSSും BJPയും തമ്മിലുള്ള തർക്കത്തിന് മഞ്ഞുരുക്കമായിരിക്കുന്നു എന്നാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. മാത്രവുമല്ല, ഈ RSSനെ സംബന്ധിച്ച് ഈ സമന്വയ ബൈഠക്ക് 920 ഇപ്പോൾ വരാൻ പോകുന്ന 100ാം വാർഷിക ചടങ്ങിൻ്റെ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ആ 100ാം വാർഷിക പരിപാടിയിൽ മുഴുവൻ പരിവാർ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് പങ്കെടുക്കും. അതിൽ BJP അതിൻ്റെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനും തീരുമാനമായിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്നു വന്ന RSS-BJP തർക്കം എന്ന രാഷ്ട്രീയ ആശങ്ക അതിപ്പോൾ ഇവിടെ ഈ മഞ്ഞുരുകുന്നു എന്നാണ് നമുക്ക് ഈ സമന്വയ ബൈഠക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.